ഓക്കെ. നിങ്ങൾ സാധാ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ ബലം പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുകയോ വേണ്ട. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് തന്നെ ആയിരിക്കും ഈ ക്ലാസ് എടുക്കുന്നത്. നമ്മൾ 4 പേരുണ്ട്. അപ്പോൾ എൻ്റെ പേര് ഗോവിന്ദൻ എന്നാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം അവിടെ വന്ന്, ഞങ്ങൾ 4 പേരും കഴിഞ്ഞ കൊല്ലം അവിടെ വന്ന് ലിറ്റിൽ കൈറ്റ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിരുന്നു. അന്ന് എടുത്തത് നമ്മളൊരു മൊബൈലിന്റെ ചാർജർ ഉണ്ടാക്കുന്ന ഒരു ക്ലാസ് ആണ് എടുത്തത്. അപ്പൊ ഇന്ന് നമ്മൾ ആ ക്ലാസ് എടുക്കുക, ഇക്കൊല്ലം ആ ക്ലാസ് എടുക്കാന്ന് വിചാരിച്ചെങ്കിലും നമ്മൾ കൊറോണയും ലോക്ക്ഡൌണും ഒക്കെ ആയിപ്പോയി. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു തരാനാ, പക്ഷെ നമുക്കത് ഉണ്ടാക്കി കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത്തവണ നമ്മൾ എടുക്കുന്നത് ഈ ഒരു ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനില്? പറ്റുന്നുണ്ട്. ഓക്കെ. ഇതിന്റെ പേരാണ് അർഡിനോ എന്നുള്ളത്. നമ്മളെ ഈ റോബോട്ട്, അതേപോലെ ചെറിയ ചെറിയ ഉപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലൊക്കെ അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബോർഡാണ് ഈ അർഡിനോ എന്ന് പറയുന്നത്. ഈ അർഡിനോ ബോർഡ് ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ മിക്ക കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ചെറിയൊരു റോബോട്ടിനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ സാനിറ്റൈസർ, കൈ കാണിക്കുമ്പോൾ സാനിറ്റൈസർ വീഴുന്ന ഒരു മെഷീൻ ഇല്ലേ ഇപ്പൊ പുറത്തിറങ്ങുന്നത്, ആ ഒരു മെഷീൻ നമുക്ക് ഈ ഒരു ചെറിയ ബോർഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ വില എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 350-500 രൂപ തൊട്ട് തുടങ്ങും. ഇതിന്റെ പല ടൈപ്പ് ബോർഡുകളുണ്ട്. ഈ കാണുന്ന ഒരു 450 രൂപ റേഞ്ചിൽ വരുന്ന ഒരു ബോർഡാണ്. സ്ക്രീൻ ആർക്കെങ്കിലും ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഫോണൊന്ന് ചരിച്ചു വെച്ചാൽ മതി, അപ്പൊ അതൊരു ഫുൾ സ്ക്രീൻ ആയിക്കോളും. അതേപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ നമ്മളോട് ചോദിക്കാം. അപ്പൊ എൻ്റെ കൂടെ അഖിലുണ്ട്, അതുലുണ്ട്, അനീഷുണ്ട്. നമ്മൾ 4 പേരും മാറി മാറി ക്ലാസ് എടുക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ റൈസ് ആൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ, ഒരു കൈയുടെ ചിഹ്നം കാണുന്നില്ലേ? എല്ലാവരും അതിലൊന്ന് ക്ലിക്ക് ചെയ്യോ, ആ ഒരു ചിഹ്നത്തില്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റും നിങ്ങൾ ആരൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുമ്പോഴായിരിക്കണം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഓണാക്കി വെക്കണമെന്നില്ല, ഓഡിയോയും നിങ്ങൾ ഓണാക്കി വെക്കണമെന്നില്ല, മൈക്ക് ഓണാക്കി വെക്കണമെന്നില്ല. ഓക്കെ. ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുകയുണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി. ഓക്കെ, സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് തീർത്തു പോവാം. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം അർഡിനോ എന്താണെന്ന് നോക്കി തന്നെ തുടങ്ങാം. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഇപ്പൊ ഒരു അർഡിനോയുടെ പടം കാണാൻ പറ്റുന്നുണ്ടല്ലോ, പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ അർഡിനോ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത് ചെറിയൊരു സർക്യൂട്ട് ബോർഡാണ്. നിങ്ങൾ എൻ്റെ കയ്യിൽ കണ്ടതുപോലെ ആ ഒരു ചെറിയ സൈസിനുള്ള ഒരു 5 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ നീളവും വീതിയൊക്കെ ഉള്ള ഒരു ചെറിയൊരു ബോർഡാണ്. ഈ ബോർഡിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു കറുത്ത ഭാഗം കാണാം. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിനൊരു തലച്ചോറ് വേണം. അതായത് നമ്മളിപ്പോൾ മനുഷ്യരിൽ നോക്കിയാലും മൃഗങ്ങളിൽ നോക്കിയാലും എല്ലാവർക്കും ചിന്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാണ് തലച്ചോറ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഒരു ചെറിയ ബോർഡിനും. ഈ ബോർഡിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കണം. നമ്മളെ ഫോണിലൊക്കെ ആണെങ്കിൽ നമ്മൾ സിനിമയും പാട്ടും ഒക്കെ ചിലതില് ഇന്റേണൽ മെമ്മറി സ്റ്റോർ ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ മെമ്മറി കാർഡ് മേടിച്ചെടുത്തില്ലേ, മെമ്മറി കാർഡിൽ സ്റ്റോർ ചെയ്യും. അതേപോലെ ഈ സൂക്ഷിച്ചു വയ്ക്കുക. അതേപോലെ ഈ ഒരു ബോർഡിൽ, ഈ അർഡിനോ എന്ന് പറയുന്ന ബോർഡിൽ നമുക്ക് കാര്യങ്ങൾ എവിടെ സൂക്ഷിച്ചു വെക്കണോ അതെല്ലാം ഈ ഒരു കറുത്ത ഒരു ചിപ്പിനകത്താണ് സൂക്ഷിച്ചു വെക്കുന്നത്. ഇത് സൂക്ഷിച്ചു വെക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇതിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മുടെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യുന്ന പോലെ ചെറിയൊരു കേബിൾ, ചാർജർ കേബിൾ കണക്ട് ചെയ്യുന്ന പോലെ ഒരു ചെറിയ കേബിൾ വെച്ചിട്ടായിരിക്കും ഇതിലേക്ക് കണക്ട് ചെയ്ത് ഈ ഒരു അർഡിനോ എന്ന് പറയുന്നത് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പം അർഡിനോ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഫിസിക്സിൽ ഈ കറണ്ട്, അതേപോലെ തന്നെ ബാറ്ററിയുടെ ചാർജ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കണം. ഇത് നോക്കേണ്ട എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ അർഡിനോ പ്രവർത്തിപ്പിക്കുമ്പോൾ കുറച്ച് കറണ്ടിലൊക്കെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. ഇതിൽ ബാറ്ററി നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ബാറ്ററി ഇടാവുന്ന നമ്മൾ ഈ കളിപ്പാട്ടം കാറൊക്കെ പോലെ ബാറ്ററി ഇടാവുന്ന ഒരു സ്ഥലമില്ല. അപ്പൊ നമ്മൾ ഇതിലേക്ക് കറണ്ടൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിൽ ആദ്യം പഠിക്കുന്നതാണ് ഓംസ് ലോ, അല്ലെങ്കിൽ ഓമിന്റെ നിയമം എന്ന് പറഞ്ഞ ഒരു ഫിസിക്സിലെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരെണ്ണം. ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ I=V/R എന്നാണ്. അതായത് കറണ്ട് ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്. ഈ കറണ്ട് വോൾട്ടേജും ഒക്കെ നമുക്കറിയാം. അതായത് നമ്മളോട് വീട്ടുകാർ പറയും പ്ലഗ് പോയിന്റിലൊന്നും പോയി കൈയിടരുത്, നമുക്ക് കറണ്ട് അടിക്കും, അതേപോലെ ഷോക്ക് അടിക്കും എന്നൊക്കെ പറയും. സത്യത്തിൽ കറണ്ട് ആണോ നമുക്ക് അടിക്കുന്നത്? അവിടെ എന്താണ് സംഭവിക്കുന്നത് ആർക്കെങ്കിലും അറിയാമോ?
നമ്മളിപ്പോ ഈ സോക്കറ്റിലൊക്കെ പോയി കൈയിട്ട് സ്വിച്ച് ഒക്കെ ഓൺ ചെയ്താലോ, അല്ലെങ്കിൽ പോകുന്ന വയർ കണക്ഷനിലൊക്കെ കയറി നമ്മൾ പിടിച്ചാലോ, ഈ മോട്ടറിലൊക്കെ നമുക്ക് പിടിച്ചാൽ കറണ്ട് അടിക്കുമെന്ന് പറയും. സത്യത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത് ആർക്കെങ്കിലും അറിയാമോ? ഇല്ലെങ്കിൽ ഈ കറണ്ട് കമ്പിയിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ലൈനിൽ കാക്കകളൊക്കെ വന്നിരുന്നിട്ട് അത് കരിഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? ആർക്കുവാണോ പറയാൻ കേട്ടോ, കുഴപ്പമില്ല. ഞങ്ങൾ ചോദ്യമായിട്ടല്ല ചോദിക്കുന്നത്, ഇതിന് നിങ്ങളിപ്പോ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂന്നില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം കേട്ടോ. മിണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും അറിയാമെങ്കിൽ അതെല്ലാം പറഞ്ഞോ, കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തറിയാമോ അതെല്ലാം പറഞ്ഞോ. ഞങ്ങൾ ആരടുത്തും ഇങ്ങനെ എടുത്ത് പ്രത്യേകം ചോദിക്കത്തൊന്നുമില്ല. നമ്മളെ ബോഡിയിലോട്ട് ചാർജ് പാസ് ചെയ്യാനാണോ? അത് തന്നെയാണ്. അതായത് നമ്മളിപ്പോ വീട്ടിലെ ഈ പ്ലഗ് ഒക്കെ കുത്തുന്ന സ്ഥലമല്ലേ, നമ്മുടെ മൊബൈലിലെ ചാർജറും ടിവിയുടെ കേബിളൊക്കെ എടുത്ത് കുത്തുന്ന ഒരു സോക്കറ്റ് ഇല്ലേ, ഒരു 3 കണ്ണുള്ള ഒരു സോക്കറ്റ്, അതിൻ്റെ കൂടെ ഒരു സ്വിച്ച് കാണാം. അപ്പൊ അതിലൊക്കെ നമുക്ക് കൈ ഇട്ടാൽ കറണ്ട് അടിക്കുമെന്ന് വീട്ടുകാർ പറയും. ഇല്ലെങ്കിൽ നമ്മൾ ഈ മോട്ടറിന്റെ വയറിലൊക്കെ കയറി പിടിച്ചാൽ കറണ്ട് അടിക്കുമെന്ന് പറയും. സത്യത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അല്ലെങ്കിൽ നമ്മളെ ഈ സെൽ ബാറ്ററി എന്ന് പറഞ്ഞ ബാറ്ററി ഇല്ലേ, ഇതേ ഒരു സെക്കൻഡ്, നിങ്ങൾ ഈ ബാറ്ററി കണ്ടിട്ടുണ്ടോ? ഈ സെല്ല് കണ്ടിട്ടുണ്ടോ? ഈ 9 വോൾട്ട് ബാറ്ററി ഇതാരൊക്കെ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. ഇത് നാക്കിൽ വെച്ചാൽ എന്താ ഇത് നാക്കിൽ വെച്ചാൽ എന്താ സംഭവിക്കുന്നേ? നാക്കിൽ വെച്ച് ഷോക്ക് അടിക്കുക. ആരൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട്? ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട്. നല്ല രസമല്ലേ കുറച്ചു നേരത്തേക്ക് അവര് വയ്ക്കുന്ന ഒരു സമയത്തേക്ക് ഒരു തരിപ്പ് വരും. അതെ, ഇതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് 9 വോൾട്ടേജിന്റെ ബാറ്ററിയാണ്, കറണ്ട് അല്ല സത്യത്തിൽ. ഇതെല്ലാം വോൾട്ടേജ് ആണ്. നമുക്ക് ഈ വീട്ടിൽ ചെന്നാലും നമ്മുടെ അടുത്ത് പറയും കറണ്ട് അടിക്കും എന്ന് പറയും. സത്യത്തിൽ കറണ്ട് അല്ല അടിക്കുന്നത്, വോൾട്ടേജ് ആണ് നമുക്ക് ഏൽക്കുന്നത്. അതായത് ഇതിൽ 9 വോൾട്ടേജ് ആണ് ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്ന ഈ ഒരു 9 വോൾട്ട് ബാറ്ററി എന്ന് പറയുന്നത് 9 വോൾട്ടേജ് ആണ് ഉള്ളത്. അതായത് ഈ ബാറ്ററിക്കകത്ത് 9 വോൾട്ടേജ് ചാർജ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചാർജ് നമ്മൾ എടുത്തോണ്ടിരിക്കും തോറും ഈ ബാറ്ററി വറ്റിത്തീരുമ്പോഴാണ് ഇതിൽ പിന്നെ ഷോക്ക് അടിക്കുന്നതോ അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും കണക്ട് ചെയ്താലും ലൈറ്റ് ഒന്നും കത്തത്തില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ബാറ്ററിയിലേക്ക്, ഇതേപോലുള്ള സെൽ ബാറ്ററിയിലേക്ക് നമ്മുടെ ഒരു LED ബൾബില്ലേ, ചുമന്ന കളറിലോ അല്ലെങ്കിൽ വെള്ള കളറോ പച്ച കളറോ ഒക്കെ ഉള്ള ഒരു LED ബൾബില്ലേ, ഇതാരെങ്കിലും നേരിട്ട് വെച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇതിലേക്ക് മോട്ടർ അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടോ? ഈ സെൽ ബാറ്ററിയിലെ ഈ സെല്ലിലേക്ക് നിങ്ങൾ ആരെങ്കിലും മോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് പുക വല്ലതും വന്നോ അതോ മോട്ടർ കറങ്ങുകയാണോ ചെയ്തത്? മോട്ടർ കറങ്ങുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മോട്ടറിന് അത്യാവശ്യം കുറച്ചു നേരമൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഒരു രീതിക്കാണ് ആ മോട്ടർ, നമ്മുടെ ചെറിയ മോട്ടറൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതേപോലുള്ള ചുമന്ന LED അല്ലെങ്കിൽ കുഞ്ഞു LED ബൾബുകൾ നമ്മുടെ അടുത്ത് കണക്ട് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് കത്തിപ്പോകും. കാരണം ഈ ഒരു LED നിർമ്മിച്ചിരിക്കുന്നത് 1.5 വോൾട്ടേജ് മാത്രം താങ്ങാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് 1.5 വോൾട്ടേജ് കൊടുത്താലേ ഇത് കത്തത്തുള്ളൂ. 1.5 വോൾട്ടേജിൽ കൂടുതൽ നമ്മൾ ഈ ഒരു ചെറിയ LED ബൾബിലേക്ക് കൊടുത്താൽ LED കത്തിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ 9 വോൾട്ടേജിലേക്ക് 1.5 വോൾട്ടേജിൽ മാത്രം പ്രവർത്തിക്കുന്ന ഈ ഒരു LED ബൾബ് വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? കത്തിപ്പോവും. അത് കത്തിപ്പോവാതിരിക്കാൻ നമ്മൾ ഇതിൽ നിന്ന് വരുന്ന 9 വോൾട്ടേജിനെ കുറയ്ക്കുകയാണ് വേണ്ടത്. ഇതെന്തായാലും നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല, കാരണം 1.5 വോൾട്ടേജിന് വേണ്ടി കമ്പനി തന്നെ രൂപകൽപ്പന ചെയ്തിറക്കാണ്. ഇത്ര ആലോചിച്ചാൽ മതി. ഈ ഡീസൽ വണ്ടിയിൽ പെട്രോൾ ഒഴിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഡീസൽ കാറിലോ ബൈക്കിലോ പെട്രോൾ ഒഴിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ അതിന്റെ വലിയ സാങ്കേതിക വശമൊന്നും പറയണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുന്നത്? നമ്മളെ പെട്രോൾ വണ്ടിയിൽ അല്ലെങ്കിൽ നമ്മളെ ഡീസൽ വണ്ടിയിൽ പെട്രോൾ വണ്ടിയിൽ ഡീസൽ ഒഴിച്ചാൽ വണ്ടിക്ക് എന്ത് പറ്റുമായിരിക്കും? വണ്ടി ചലനശേഷി. അതെ, എന്ന് പറഞ്ഞാൽ ഓടാൻ പാടായി. കാരണം അത് നിർമ്മിച്ചിരിക്കുന്നത് ഡീസൽ കൊണ്ട് ഓടാനാണ്. ഡീസൽ വണ്ടി നിർമ്മിച്ചിരിക്കുന്നത് ഡീസൽ കൊണ്ട് ഓടാനാണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു ബൾബിന്റെ കാര്യം. ഇത് 1.5 വോൾട്ടേജിൽ മാത്രം പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബാറ്ററി എന്ന് പറഞ്ഞാൽ 9 വോൾട്ടേജുമാണ്. അപ്പൊ നമ്മൾ ഈ 9 വോൾട്ടേജിനെ കുറച്ച് കൊണ്ടുവന്ന് 1.5 വോൾട്ടേജിലാക്കി മാറ്റണം, അല്ലെ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അതായത് ഈ 9 വോൾട്ടേജിന് നമ്മൾ 1.5 വോൾട്ടേജ് ആക്കി കുറയ്ക്കണം. ആ കുറയ്ക്കാനായിട്ട് നമ്മളൊരു തടസ്സം അവിടെ കൊണ്ടുവരണം. ഈ തടസ്സത്തിന് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് എന്ന് പറയും.
ഇംഗ്ലീഷിലെ റെസിസ്റ്റൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ തടസ്സം. നമുക്ക് ആ ഒരു വോൾട്ടേജ് 9 വോൾട്ടേജ് ആയിട്ട് വരുന്ന കറണ്ടിനെ 1.5 വോൾട്ടേജ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു തടസ്സമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, സംശയമുണ്ടോ ആർക്കെങ്കിലും? എനിക്കിവിടെ കൈ പൊക്കിയതായിട്ട് കണ്ടു. പറഞ്ഞാൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അത് ഒന്നുകൂടെ പറഞ്ഞു തരണോ? ഇത് കേൾക്കാനുള്ള ബുദ്ധിമുട്ടോ, സൗണ്ട് കേൾക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു കുഞ്ഞു ഉപകരണം നമ്മുടെ കയ്യിലുണ്ട്. ഇതിന് പറയുന്നതാണ് റെസിസ്റ്റർ. ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഒരു റെസിസ്റ്റർ? ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെല്ലിൽ നിന്ന് വരുന്ന 9 വോൾട്ടേജിന് കുറച്ച് നമുക്ക് ആവശ്യമുള്ള ഈ ഒരു LED 1.5 വോൾട്ടേജിന് മാത്രം പ്രവർത്തിപ്പിക്കുന്ന ഈ ഒരു LED തിളങ്ങാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു LED കത്താൻ വേണ്ടി സഹായിക്കുന്ന ആ ഒരു ചെറിയൊരു ഉപകരണമാണ് ഈ ഒരു റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഇതിനൊക്കെ കൂടിപ്പോയ ഒരു 20 പൈസയോ 50 പൈസയോ 75 പൈസയൊക്കെ കാണത്തുള്ളൂ. വളരെ വില കുറവാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു LED ഒക്കെ 1 രൂപയ്ക്കോ 2 രൂപയ്ക്കോ 50 പൈസയ്ക്കോ ഒക്കെ കിട്ടുന്ന LED ബൾബാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ ഈ ഒരു കറണ്ടിനെ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നിയമമാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള കറണ്ട് വോൾട്ടേജിന് റെസിസ്റ്ററിനും അനുപാതമായിട്ടായിരിക്കും പോകുന്നത്. നിങ്ങൾ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്, നിങ്ങൾ വീട്ടില് ഓസ് വെച്ച് വെള്ളം ഒഴിക്കത്തില്ലേ, അല്ലെങ്കിൽ നമ്മൾ ഓസിൽ കൂടെ വെള്ളം കടത്തി വിടത്തില്ലേ? കേൾക്കാമോ ഞാൻ പറയുന്നത്? അതായത് നമ്മുടെ വീട്ടിലുള്ള ഹോസിൽ കൂടെ നമ്മൾ വെള്ളം തുറന്നു വിടുകയാണ്. അപ്പം നമ്മൾ പൈപ്പിൽ നിന്ന് കൊടുക്കുന്ന അതേ അളവിലുള്ള വെള്ളമായിരിക്കും ഹോസിന്റെ അറ്റത്ത് കിട്ടുന്നത്. എന്നാൽ ഈ ഹോസ് മടങ്ങി കിടന്ന എന്തായിരിക്കും സംഭവിക്കുന്നത്? അതേ അളവിലുള്ള വെള്ളമായിരിക്കും പുറത്തു വിടുന്നത്? ആയിരിക്കും അല്ല, കാരണം അവിടെ ഒരു തടസ്സം നേരിട്ട്. അപ്പൊ തടസ്സം നേരിട്ടെന്ന് പറയുമ്പോൾ വെള്ളത്തിന്റെ അളവ് അവിടെ കുറഞ്ഞു. അപ്പൊ നിങ്ങൾ ഈ ഒഴുകുന്ന വെള്ളത്തിനെ നിങ്ങൾ വോൾട്ടേജ് ആയിട്ടോ കറണ്ട് ആയിട്ടോ സങ്കല്പിച്ചോ? അതായത് ഹോസ് കൂടെ ഒഴുകുന്ന ഹോസ് നമ്മളെ വയറായിട്ട് സങ്കല്പിക്കുക. ഹോസിനകത്തൂടെ പോകുന്ന വെള്ളത്തിനെ കറണ്ട് ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പൊ ഈ കറണ്ടിന്റെ ഒഴുക്കിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ് ഒന്ന് മടക്കുന്നതാണ് ഒരു റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു തടസ്സം കൊടുത്തു. അപ്പൊ പുറത്തു വരുന്ന കറണ്ടിന്റെയും വോൾട്ടേജിന്റെ അളവ് വ്യത്യാസമായിരിക്കത്തില്ലേ? അതേ നിയമം തന്നെയാണ് ഓം കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും റെസിസ്റ്റൻസിന്റെയും രൂപത്തിൽ പറഞ്ഞത്. അതായത് ഇപ്പൊ ഒരു വയറിൽ കൂടെ കറണ്ട് ഒഴുകുകയാണ്. ആ കറണ്ടിന്റെ അളവിനെ നമുക്ക് കുറയ്ക്കണമെങ്കിൽ നമ്മളൊരു റെസിസ്റ്റൻസ് അഥവാ തടസ്സം അവിടെ കൊണ്ടുവന്നാൽ മതി. ആ തടസ്സം കൊണ്ടുവരാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ കണ്ട ആ ഒരു ചെറിയ ഒരു ഉപകരണം, വളരെ കനം കുറവാണ് അതിന്റെ പേരാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിരുന്നു? ആ ഒരു കറണ്ടിന്റെ അളവിനെ നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് മനസ്സിലായിരുന്നു? ഓക്കെ, മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇനി നിങ്ങൾ ഈ ഒരു ബാറ്ററി കണ്ടില്ലേ? ഞാൻ നേരത്തെ കാണിച്ച നിങ്ങൾ ആ ഒരു 9 വോൾട്ടേജിന്റെ ബാറ്ററി കണ്ടു, അല്ലെങ്കിൽ സെല്ല് കണ്ടു, സ്ക്വയർ സെല്ല് കണ്ടു. നമ്മൾ ഇതിനെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതിനൊരു പോസിറ്റീവും നെഗറ്റീവും കാണുമല്ലോ ഈ ബാറ്ററിക്ക്. അതറിയത്തില്ലേ? നമ്മളിപ്പോ വീട്ടിലെ ക്ലോക്കിലിടുന്നതോ റിമോട്ടിലിടുന്ന ബാറ്ററി എടുത്ത് നോക്കിയാൽ അതിനൊരു പോസിറ്റീവ് ധ്രുവം കാണും, നെഗറ്റീവ് ധ്രുവം കാണത്തില്ലേ? അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡും കാണും, നെഗറ്റീവ് സൈഡും കാണും. ഇത് നമ്മൾ ചേർത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? ഈ ഒരു വോൾട്ടേജിന്റെ അളവ് കൂടും, അല്ലെങ്കിൽ ബാറ്ററിയുടെ പവർ കൂടുകയല്ലേ ചെയ്യുന്നത്. അതായത് ഒരു ബാറ്ററിയിൽ നിന്ന് വരുന്ന ഒരു ബാറ്ററി നമ്മൾ എടുത്ത് അടുക്കി വെക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു സെക്കൻഡ്, ഓക്കെ, അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ എന്താ പറ്റിയ വോൾട്ടേജ് അല്ലെങ്കിൽ ബാറ്ററിയുടെ കപ്പാസിറ്റി കൂടി. ഇതിപ്പോ 9 വോൾട്ടേജിന്റെ ഒരു ബാറ്ററിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതേപോലെയുള്ള 3 എണ്ണം ഞാൻ പോസിറ്റീവും നെഗറ്റീവും അടുപ്പിച്ച് കണക്ട് ചെയ്തു. അതായത് ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ആ ബാറ്ററിയുടെ നെഗറ്റീവ് എടുത്തിട്ട് അടുത്ത ബാറ്ററിയുടെ പോസിറ്റീവിലേക്കാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇപ്പൊ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് അടുപ്പിച്ച് കണക്ട് ചെയ്ത് വെച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ വയ്ക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 9 വോൾട്ടേജിന്റെ ബാറ്ററി ആണെങ്കിൽ 9 കൂട്ടി എത്ര വോൾട്ടേജിന്റെ ഒരൊറ്റ ബാറ്ററി ആയിട്ട് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും? എത്ര ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും?
18. അതായത് നമ്മളൊരു ബാറ്ററിയുടെ നെഗറ്റീവ് എടുത്ത് തൊട്ടപ്പുറത്തിരിക്കുന്ന ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് ബാറ്ററി മൊത്തം 18 വോൾട്ടേജിന്റെ ഒരു ബാറ്ററി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഇനി ഞാൻ വേറൊരു കാര്യം എടുക്കുകയാണ്. ഇപ്പൊ ഈ സൈഡിൽ നിങ്ങൾ വേറെ നമ്മളാ ക്ലോക്കിലിടുന്ന ബാറ്ററി കണ്ടില്ലേ, ഈ സൈഡിൽ ഇരിക്കുന്നത് കണ്ടില്ലേ? ഈ ഒരു ബാറ്ററിയിൽ നമ്മൾ പോസിറ്റീവുകളെല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്തു, അതേപോലെ നെഗറ്റീവുകളെല്ലാം ഒരുമിച്ചും കണക്ട് ചെയ്തു. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ വോൾട്ടേജ് കൂടത്തില്ല, പകരം ബാറ്ററി ഒരുപാട് നേരം നീണ്ടു നിൽക്കും. അതിന് നമ്മൾ ആംപിയർ എന്നാണ് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും മൊബൈൽ ഫോൺ മേടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 5000 mAh ബാറ്ററി, അല്ലെങ്കിൽ 6000 mAh ബാറ്ററി, 4000 mAh ബാറ്ററി, അത് കേട്ടിട്ടുണ്ടോ? ബാറ്ററിയുടെ അളവ് പറയുന്നത്. അപ്പൊ കൂടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവുകളെല്ലാം ഒരുമിച്ചും നെഗറ്റീവുകളെല്ലാം ഒരുമിച്ചും കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മളെ ഈ 9 വോൾട്ടോ 9 വോൾട്ടിന് 18 വോൾട്ടേജ് ആവത്തില്ല, പകരം അതിന്റെ MAH ആണ് കൂടുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കപ്പാസിറ്റി, കറണ്ടിന്റെ കപ്പാസിറ്റി, അതിന് എത്ര നേരം നീണ്ടു നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അവിടെ കൂടുന്നത്. പക്ഷെ നമ്മളൊരു പോസിറ്റീവ് എടുത്ത് നെഗറ്റീവിലും നെഗറ്റീവ് എടുത്ത് പോസിറ്റീവ് അങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ബാറ്ററി നീണ്ടു നിൽക്കുന്ന സമയം ഒരേ സമയമായിരിക്കും, സെയിം സമയമായിരിക്കും. പക്ഷെ അതിന് തരാൻ പറ്റുന്ന പവർ കൂടും. അതായത് ഒരേ സമയം നമുക്ക് 9 വോൾട്ടേജ് വേണ്ടടുത്ത് നമുക്ക് 18 വോൾട്ടേജ് കിട്ടും. പക്ഷെ നമ്മൾ പോസിറ്റീവുകളെല്ലാം ഒരുമിച്ചും നെഗറ്റീവുകളെല്ലാം ഒരുമിച്ചുമാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ആ ഒരു 9 വോൾട്ടേജ് ആയിരിക്കും. പക്ഷെ ഒരുപാട് നേരം ആ ബാറ്ററി നീണ്ടു നിൽക്കും. അതായത് നമുക്കിപ്പോൾ ഒരു ബാറ്ററി 1 മണിക്കൂറേ നീണ്ടു നിൽക്കുള്ളെങ്കിൽ നമ്മൾ ഇതേപോലുള്ള 4 ബാറ്ററികൾ എടുത്ത് അതിന്റെ പോസിറ്റീവുകളെല്ലാം ഒരുമിച്ചും നെഗറ്റീവുകളെല്ലാം ഒരുമിച്ചും കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് എത്ര മണിക്കൂർ നീണ്ടു നിൽക്കും? ഒരു ബാറ്ററി 1 മണിക്കൂറാണ് നീണ്ടു നിൽക്കുന്നതെങ്കിൽ 4 ബാറ്ററി എത്ര മണിക്കൂർ നീണ്ടു നിൽക്കും? 4 മണിക്കൂർ. അതെ, 4 മണിക്കൂർ നീണ്ടു നിൽക്കും. ഇനി നിങ്ങൾക്ക് ഞാനൊരു കാര്യം പരിചയപ്പെടുത്താൻ പോവുകയാണ്. ബ്രെഡ് ബോർഡ് എന്ന് പറയും. ഇത് നിങ്ങളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. ഇതൊരു വെള്ള കളറിൽ കുറെ കണ്ണൊക്കെ ഉള്ള ഒരു ബോർഡാണ്. ഈ ബോർഡ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ടിവിയുടെ റിമോട്ട് കണ്ടിട്ടുണ്ടോ? ഈ പൊട്ടിയ ടിവിയുടെ റിമോട്ട്, ഒരു പച്ച കളർ ഒരു ബോർഡല്ലേ അതിനകത്തുള്ളത്? ടിവിയുടെ പൊട്ടിയ റിമോട്ട്, അല്ലെങ്കിൽ പഴയ റേഡിയോ ഒക്കെ പൊട്ടിയാലോ, നമ്മൾ ഈ കളിപ്പാട്ടം കാറൊക്കെ പൊട്ടിച്ച് നോക്കുമ്പോഴൊക്കെ ഈ ഒരു പച്ച കളർ ബോർഡല്ലേ കാണുന്നത്? ഈ ബോർഡ് എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് ബോർഡാണ്. നമ്മളെ ഈ റെസിസ്റ്റർ, ഞാൻ നേരത്തെ പറഞ്ഞ റെസിസ്റ്റർ, അതേപോലെ LED ബൾബുകൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ് ഈ ഒരു പച്ച കളർ സർക്യൂട്ട് ബോർഡ്. പക്ഷെ നമുക്ക് ആദ്യമേ ഈ സർക്യൂട്ട് ബോർഡിലേക്ക് അങ്ങ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓരോ കാര്യം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം, നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു കാര്യം വർക്ക് ചെയ്യോ ഇല്ലയെന്ന്. ആ ഉണ്ടാക്കിയ കാര്യങ്ങൾ ആദ്യം നമ്മൾ ഇതേപോലെ ഒരു ബ്രെഡ് ബോർഡിലാണ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഈ ബ്രെഡ് ബോർഡിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യേണ്ട ഇതിന് കുറെ കണ്ണറകളുണ്ട്. ഈ കണ്ണറയിലേക്ക് ഈ നമ്മുടെ ഈ ഒരു റെസിസ്റ്റർ ആയാലും LED ആയാലും ബാറ്ററി ആയാലും കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ കണ്ണുകൾ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. ഇതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഇത്രയാണ് നിങ്ങൾ ഫിസിക്സിൽ പഠിക്കാനുള്ളത്. ഇനിയാണ് നമ്മൾ ഈ ഒരു ആർഡിനോ നോക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ ആർഡിനോയുടെ പടം കാണിച്ച് ഇതിൽ ഈ കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം. ഇത്രയും ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, അപ്പം ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ആർഡിനോ ബോർഡാണ്. ഈ ആർഡിനോ ബോർഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തലച്ചോറ് കാണുമെന്ന്, ആ തലച്ചോറാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ മൈക്രോ കൺട്രോളർ എന്നാണ് പറയുന്നത്. അതായത് എന്തിനേയും കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരാൾ. നമുക്കറിയാം ഈ ആർഡിനോ നമ്മൾ ചുമ്മാതെ എടുത്തു വെച്ച് പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞാൽ ഇത് പ്രവർത്തിക്കത്തില്ല. ഇതിലേക്ക് നമ്മൾ ആദ്യമേ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ഒരു മനുഷ്യനായാലും ആദ്യമേ വന്നിട്ട് അവൻ്റെ കൂടെ ഓട് എന്ന് പറഞ്ഞാൽ അവന്റെ തലച്ചോറിലേക്ക് ആ നിർദ്ദേശം ചെന്നിട്ടല്ലേ അവൻ ഓടത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ആർഡിനോയിലേക്കും കുറെ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട ആവശ്യം വരും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം ആർഡിനോ ഈ ഒരു കറുത്ത കളർ ബോർഡിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ പേരാണ് മൈക്രോ കൺട്രോളർ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സംശയം വരാം, നമ്മൾ ഈ ആർഡിനോയ്ക്കകത്ത് എവിടെയായിരിക്കും കറണ്ട് കൊടുക്കുന്നതെന്ന്. നമുക്ക് ബാറ്ററി ഒന്നും ഇടാനുള്ള സ്ഥലവും കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ വീട്ടില് റേഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ റേഡിയോയുടെ ബാക്കിൽ ഒരു കറുത്ത വയർ കയറ്റത്തില്ലേ, കണ്ടിട്ടുണ്ടോ? നമ്മൾ പ്ലഗിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കറുത്ത വയറല്ലേ കയറ്റുന്നത്. അതേപോലെ നമുക്ക് ആർഡിനോയിലും ഒരു കറുത്ത പിന്ന് ഇവിടെ കയറ്റാൻ പറ്റും. അഡാപ്റ്ററിൽ നിന്ന് എടുത്ത് ഒരു കറുത്ത പിന്ന് നമുക്ക് ഇവിടെ കയറ്റാൻ പറ്റും. ഞാൻ അഡാപ്റ്റർ കാണിച്ചു തരാം.
നിങ്ങൾ ഇങ്ങനത്തെ ഒരു അഡാപ്റ്റർ കണ്ടിട്ടുണ്ടാവോ? നമ്മളിത് ഓക്കെ, ഈ ഒരു അഡാപ്റ്റർ വെച്ചാണ് നമ്മൾ ആർഡിനോയിലേക്ക് കറണ്ട് കൊടുക്കുന്നത്. അതായത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു, ഇതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ആർഡിനോ അല്ലെ. ഈ ആർഡിനോയില് നമ്മളിത് ഈ ഒരു കറുത്ത ഈ ഒരു ഭാഗമുണ്ട്, ഇങ്ങനെ അതിന്റെ ഫ്രണ്ട് അതിന്റെ മുൻവശം ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ആ മുൻവശത്തേക്ക് നമ്മൾ ഈ ഒരു പവറിനുള്ള കേബിൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ബോർഡിൽ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ ഇതിലേക്ക് കറണ്ട് വരും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആർഡിനോ പ്രവർത്തിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ആർഡിനോയിൽ ബാറ്ററി കൊടുത്തും പ്രവർത്തിപ്പിക്കാൻ പറ്റും. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ട് ഈ കുറെ IOREF, റീസെറ്റ്, 3.3V, 5V, GND, VIN ഇതൊക്കെ കാണുന്നുണ്ട് ഇവിടെ, പവർ എന്ന് എഴുതിയിട്ട് ഈ ഭാഗത്ത്. ഓക്കെ, ഇതില് VIN എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ആ 9 വോൾട്ടേജ് ബാറ്ററി കണ്ടില്ലേ, ആ ഒരു സെല്ല് കണ്ടില്ലേ, സ്ക്വയർ സെല്ല്, ആ സെല്ലിന്റെ പോസിറ്റീവ് എടുത്തിട്ട് നമ്മൾ ഇതിനകത്തുള്ള VIN-ലേക്ക് കണക്ട് ചെയ്യണം. അതായത് ഇവിടേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. ഈ ഒരു കാണുന്നത് ഒരു കണ്ണാണ്. ഈ കണ്ണിലേക്ക് നമ്മൾ ഒരു വയർ വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ ആ ബാറ്ററിയുടെ നെഗറ്റീവ് എടുത്ത് GND എന്ന് പറയുന്നതിനുള്ള, GND എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ട് വേറൊന്നുമില്ല, നമ്മൾ നെഗറ്റീവിനെ ഇലക്ട്രോണിക്സിൽ നമ്മളുടെ ബാറ്ററിക്ക് പോസിറ്റീവും നെഗറ്റീവും കാണും. അതിന് നെഗറ്റീവ് വശത്തെ നമ്മൾ ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എർത്ത് എന്ന് പറയത്തില്ലേ. വീട്ടില് ഈ വയർ വലിക്കാൻ നേരത്ത്, ഈ കറണ്ടിനൊക്കെ ഉള്ള വയർ കൊടുക്കാൻ നേരത്ത് അത് എർത്തിന്റെ വയറാണെന്ന് പറയത്തില്ലേ. നമ്മളെ ഈ പ്ലഗിലെ 3ാമത്തെ കണ്ണെന്ന് പറയുന്നത് എർത്താണെന്ന് പറയും. അത് തന്നെയാണ് ഇവിടുത്തതും. അതായത് നെഗറ്റീവ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആർഡിനോയിൽ പറയുന്നതാണ് ഗ്രൗണ്ട് എന്ന് പറയുന്ന ഭാഗം. അതേപോലെ തന്നെ ഇവിടെ അനലോഗ് എന്ന് പറഞ്ഞിട്ട് A0 തൊട്ട് A5 വരെ ഉള്ള ഒരു 6 കണ്ണുകൾ കാണുന്നില്ല ഈ ഒരു ഭാഗത്തായിട്ട്. നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ അതിൽ സൂം ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ആ കാണുന്ന സ്ക്രീനിൽ സൂം ചെയ്താൽ, നമ്മൾ കൈ കൊണ്ട് സ്ക്രീനൊക്കെ സൂം ചെയ്യുന്ന പോലെ സൂം ചെയ്ത് കൊടുത്താൽ ഇത് കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റും. അപ്പം ഇത് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആർഡിനോയില് സെൻസറുകൾ കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സെൻസറിനെ കുറിച്ച് അറിയാമോ? ഏതെങ്കിലും ടൈപ്പ് സെൻസറുകൾ നിങ്ങൾ ആർക്കെങ്കിലും അറിയാമോ, കേട്ടിട്ടുണ്ടോ എന്തെങ്കിലും ടൈപ്പ് സെൻസറുകൾ? അതായത് നമ്മളിപ്പം ഈ തുണിക്കടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ അടുത്ത് ചെല്ലുമ്പോ തന്നെ തനിയെ ഡോറ് തുറക്കത്തില്ലേ, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ കടയിലൊക്കെ ചെല്ലുമ്പോ, ചില കടകളിലൊക്കെ ചെല്ലുമ്പോ തനിയെ ഡോറ് തുറക്കും. അല്ലെങ്കിൽ ചില ഹോട്ടലുകളിൽ അല്ലെങ്കിൽ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കൈ കാണിക്കുമ്പോ തന്നെ വെള്ളം വന്ന് വീഴും പൈപ്പിൽ നിന്ന് അല്ലെ. അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു മുറിയിലോട്ട് കയറി ചെല്ലുമ്പോ തനിയെ ലൈറ്റ് ഒക്കെ ഓൺ ആവുന്ന കണ്ടിട്ടില്ലേ, സിനിമകളിലായാലും അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ആയാലും. അപ്പൊ അതേപോലുള്ള കാര്യങ്ങൾ, അതായത് അതിനെയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ സ്വിച്ച് ഇടുന്നതിന് പകരം നമ്മൾ അതിനെയൊക്കെ സെൻസറുകൾ എന്നാണ് പറയുന്നത്. ഇതേപോലുള്ള ഓരോ സെൻസർ ഉണ്ടോ എന്ന് നോക്കട്ടെ, ഉണ്ടെങ്കിൽ കാണിച്ചു. നമ്മൾ ഇതേപോലുള്ള ഓരോ സെൻസറുകൾ എടുത്തിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോ ഒരാൾ കടന്നു ചെല്ലുമ്പോൾ അയാൾ ചെന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു തടസ്സമുണ്ട് എന്ന് കാണുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക. അതായത് ഇപ്പം ഞാൻ പൈപ്പിന്റെ ഫ്രണ്ടിലേക്ക് കൈ കാണിച്ചു, കാണിച്ചപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്, അവിടെയുള്ള സെൻസറിൽ ഒരു കാര്യം സെൻസർ മനസ്സിലാക്കി ഒരു കൈ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു തടസ്സം വന്നിട്ടുണ്ട്, പൈപ്പ് ഓൺ ആക്കുക എന്ന് സെൻസർ മനസ്സിലായി. എന്നിട്ടാണ് പൈപ്പ് തനിയെ ഓൺ ആവുന്നത്. നമ്മൾ കൈ തിരിച്ച് പിൻവലിക്കുമ്പോൾ ഈ സെൻസർ ഓഫായിട്ട് വരുന്ന വെള്ളത്തിന്റെ അതും നിൽക്കും. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെൻസർ കാണിച്ചു തരാൻ, കണ്ടില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? എന്റെ കയ്യിലിരിക്കുന്ന ചെറിയൊരു നീല കളർ ബോർഡ്, അറ്റത്ത് 2 ബൾബുകള്, അറ്റത്തൊരു 3-4 പിന്നുകൾ, ഇത് കാണുന്നില്ലേ? ഓക്കെ, ഇതിനെ ഒരു IR സെൻസർ എന്നാണ് പറയുന്നത്. അതായത് ഈ സെൻസർ എനിക്ക് നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ആർഡിനോയിലേക്ക് ഈ സെൻസറിന്റെ ഈ പിന്നുകൾ എനിക്ക് കണക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇതിലേക്ക് ഇതിപ്പോ ഞാൻ ജസ്റ്റ് ചുമ്മാ കണക്ട് ചെയ്ത് കാണിക്കുന്നതാണ്, ഇങ്ങനെയൊന്നും അല്ല. നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഈ ഒരു സെൻസർ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. കാണുന്നില്ലേ? ഓക്കെ, ഇത് സെൻസർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള നിർദ്ദേശങ്ങൾ, ഈ ആർഡിനോയ്ക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. നിർദ്ദേശം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ 2 LED നമ്മുടെ ടിവിയുടെ റിമോട്ടിന്റെ അറ്റത്തൊരു LED ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരു ബൾബ് ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ?
അതേ LED ആണ് ഈ ഇരിക്കുന്നത്. അതായത് ഒരു സിഗ്നൽ കൊടുക്കാനും തിരിച്ച് റിസീവ് ചെയ്യാനും. IR LED എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഇൻഫ്രാറെഡ്. നമ്മൾ ഈ സൂര്യന്റെ രശ്മികളൊക്കെ അൾട്രാ വയലറ്റ് റേസ് എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഈ LED പ്രവർത്തിക്കുന്നത് ഇൻഫ്രാറെഡ് റേകൾ കൊണ്ടിട്ടാണ്. അതായത് നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റത്തില്ല, പക്ഷെ ഇതിലേക്കൂടെ ഒരു ലൈറ്റ് കൊടുക്കുകയും അത് തിരിച്ച് ഇതിൽ എടുക്കാനും പറ്റും. അപ്പൊ ഇത് പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ ഒരു വെള്ള LED കൂടെ നിങ്ങൾക്ക് ഇപ്പൊ കാണാം, ഒരു വെള്ളയുണ്ട് ഒരു കറുപ്പുണ്ട്. ഈ വെള്ള LED കൂടെയും കറുത്ത LED കൂടെയും ഓരോ സിഗ്നലുകൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ ഫ്രണ്ടിലേക്ക് കൈ കൊണ്ട് വരുമ്പോൾ ഇവിടെ ഒരു തടസ്സം വന്നു എന്നറിഞ്ഞിട്ട് ഇതിന്റെ ഒഴുക്കിനെ അത് തടസ്സപ്പെടുത്തും. ആ തടസ്സപ്പെടുത്തുന്നത് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു IR ഫ്രണ്ടിൽ ഒരു തടസ്സം വന്നു എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ നിങ്ങളിപ്പോ തുണിക്കടയിലൊക്കെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഇതേപോലെ ഒരു സെൻസർ എവിടെയെങ്കിലും വച്ചിട്ടുണ്ടായിരിക്കും, നമുക്ക് കാണാൻ പറ്റത്തില്ല. ഒരു കറുത്ത മറയുള്ള സ്ക്രീനിന്റെ അവിടെയോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ആ ഡോറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നായിട്ട് ഒരു കറുത്ത ഒരു സാധനം ഇങ്ങനെ മറഞ്ഞിരിക്കും. അവിടെ അവർ ഈ ഒരു സെൻസർ വച്ചിരിക്കും. ഈ ഒരു സെൻസർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരാൾ അടുത്ത് വരുമ്പോൾ ഇതിന്റെ തടസ്സത്തിന് രേഖപ്പെടുത്തും. തടസ്സത്തിന് രേഖപ്പെടുത്തിയിട്ട് തടസ്സം നമുക്ക് ഇതിൻ്റെ കൂടെ അർഡിനോയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഒരു തടസ്സം വരികയാണെങ്കിൽ ഡോർ തുറക്കുക എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനെയാണ് സെൻസറുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ സെൻസർ എന്താന്ന്? മനസ്സിലായിരുന്നോ? മനസ്സിലായി. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. സംശയമുണ്ട്. ഇത് കറണ്ടിലല്ലേ പ്രവർത്തിക്കുന്നത്? കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ കൈ കഴുകുമ്പോ ഷോക്ക് വരണമെങ്കിൽ നമുക്ക് ഷോക്ക് ബാധിക്കത്തില്ലേ? ഏതാടാ ഈ ഒരു സെൻസറോ? ഈ സെൻസർ നമ്മൾ കവർ ചെയ്തായിരിക്കും വെച്ചിരിക്കുന്നത്, നേരിട്ട് വെള്ളത്തിലേക്കല്ല വെച്ചിരിക്കുന്നത്. അതെല്ലാം നമുക്ക് നോക്കി വെച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ഫ്രണ്ടിൽ കൈ കാണിക്കുമ്പോൾ ഇവിടെ വെള്ളം വീഴുവാണെങ്കിൽ നമ്മൾ ആ ടാപ്പിന്റെ തൊട്ട് മുകളിലായിട്ട് ഈ ഒരു സെൻസർ വെച്ചാൽ പോരെ. അപ്പം വരുന്ന വെള്ളം ഈ സെൻസറിന്റെ മുകളിലായിരിക്കത്തില്ലേ. അപ്പൊ അതേപോലെ തന്നെ ഇതൊക്കെ കവർ ചെയ്തായിരിക്കും വെക്കുന്നത്, ചുമ്മാ ജസ്റ്റ് തുറന്നായിരിക്കത്തില്ല വെക്കുന്നത്. ഇപ്പൊ ചില ഹോട്ടലുകളിൽ നമ്മൾ ആ വാഷ് ബേസിന്റെ ആ ഒരു സിങ്ക് ഇല്ലേ, വാഷ് ബേസിനില്ലേ, ആ വാഷ് ബേസിന്റെ അവിടെ ആയിട്ട് ഒരു കറുത്ത ഒരു ഭാഗം കാണും ഈ മിക്ക ഹോട്ടലിൽ. ഈ ഹോട്ടൽ ഹലോ ഹലോ എനിക്ക് ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നു. എനിക്ക് ഹലോ ഹലോ ടീച്ചറെ, നമുക്കൊന്നും കാണാൻ വയ്യ. ഹലോ ടീച്ചർ. ഹലോ ടീച്ചർ, നിങ്ങൾക്കൊന്നും കാണാൻ വയ്യ. അവൻ ലെഫ്റ്റ് ആയി പോയതാന്ന് തോന്നുന്നു. ഇപ്പൊ റീജോയിൻ ചെയ്യും. കേൾക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. നേരത്തെ വേറൊരാളും കൂടെ എന്തോ ഒരു സംശയം ചോദിക്കാനായിട്ട് വന്നില്ലേ? ചോദിച്ചോ സംശയം ചോദിച്ചു. ചേട്ടാ, ഈ അലക്സയും ഇത് കണക്കാണോ ഈ സെൻസറുള്ള? എങ്ങനെയാടാ? അലക്സ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ശബ്ദം തിരിച്ചറിഞ്ഞിട്ടാണ് അത് ഇതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അലക്സയ്ക്ക് സത്യത്തിൽ സെൻസറിന്റെ ആവശ്യമില്ല. അലക്സ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളുടെ സൗണ്ട് അലക്സ നമ്മൾ പറയുന്നത് എന്താണെന്ന് അലക്സ തിരിച്ചറിയും. ഇത് തിരിച്ചറിഞ്ഞതിന് ശേഷം അലക്സയെ നമ്മൾ നേരിട്ട് ബൾബിലേക്ക് കണക്ട് ചെയ്യുവാണെങ്കിൽ അലക്സ തന്നെ സ്വന്തമായിട്ട് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യും. അതായത് ലൈറ്റ് ഓൺ ചെയ്യണോ ഓഫ് ചെയ്യണോ എന്നൊക്കെ. അപ്പൊ അലക്സയിൽ സത്യത്തിൽ സെൻസറിന്റെ ആവശ്യം വരത്തില്ല. ഒരു മൈക്കും അതേപോലെ തന്നെ അവിടെ കൂടുതലായിട്ട് വേണ്ടി വരുന്നത് ഈ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെയാണ്. ഹലോ ചേട്ടാ, ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ 9 വാൾട്ട് സെല്ലിന്റെ നെഗറ്റീവ് കൊടുക്കണ ഗ്രൗണ്ടിലാണെന്ന്? അതെ, ആ ഗ്രൗണ്ട് അത് ഞാൻ 2 എണ്ണം കണ്ടല്ലോ. അതെ മാഡം, അതിനകത്ത് ഒരുപാട് ഗ്രൗണ്ട് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ കൊടുത്താൽ മതി, അതിന് കുഴപ്പമില്ല. അവര് വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരേ സമയം തന്നെ ഒരു സെക്കൻഡ്. ശരി. കാണുന്നില്ലേ? ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ. എടാ, ഗ്രൗണ്ട് ഞാൻ ആ പ്രസന്റേഷൻ ഒന്നുകൂടെ ആ സ്ക്രീൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഗ്രൗണ്ട് ഒരുപാട് ഗ്രൗണ്ട് ആണ്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരേ സമയം 5 or 6 സെൻസറുകൾ ഒരുമിച്ച് ഈ ഒരു ഒറ്റ അർഡിനോയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും.
അപ്പൊ ഒരെണ്ണത്തിന് ഒരു ഗ്രൗണ്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ഗ്രൗണ്ട് കൊടുക്കാൻ സ്ഥലം കാണത്തില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടിയാണ് ഒരു മൂന്ന് ഗ്രൗണ്ട് സത്യത്തിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരെണ്ണം കണ്ടു, ഈ 13 എന്ന് എഴുതിയിരിക്കുന്നതിന്റെ മുകളിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും 2 ഗ്രൗണ്ടുകളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇത്രയും പറഞ്ഞാൽ ഇപ്പൊ ഈ ആർഡിനോ നമ്മള് സെൻസറുകൾ കണക്ട് ചെയ്യാനാണ്. ഈ സെൻസറിൽ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേക്കാം. എടാ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. അപ്പം ഇതിന് നമ്മൾ പറയുന്നത് അനലോഗ് എന്നാണ് പറയുന്നത്. അനലോഗ് പിന്നുകൾ. അതായത് നമ്മളിപ്പോ ചില സെൻസറുകൾ, ഞാനിപ്പോ കാണിച്ച ഒരു IR സെൻസർ അല്ലേ, അത് ഡിജിറ്റൽ സെൻസറാണ്. അതായത് ഒരു തടസ്സം വരുവാണെങ്കിൽ തടസ്സം ഉണ്ടെന്നും തടസ്സം ഇല്ലെങ്കിൽ തടസ്സം ഇല്ലെന്നും മാത്രമേ അത് കൊടുക്കാൻ അതിന് കഴിവുള്ളൂ. അതായത് നമ്മളിപ്പോ ചില സ്വിച്ചുകളിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ, 0 അല്ലെങ്കിൽ 1 മാത്രമല്ലേ അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളൂ. ചില സ്വിച്ചിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 0 അല്ലെങ്കിൽ 1 കാണും. ഈ 0 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇല്ലാത്ത അവസ്ഥയും 1 എന്ന് പറഞ്ഞാൽ കറണ്ട് ഉള്ള അവസ്ഥയുമാണ്. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ഒരു IR സെൻസറിൽ ഒരു തടസ്സം വന്നാൽ കറണ്ട് ഇല്ലാതെ കാണിക്കും, തടസ്സം വന്നില്ലെങ്കിൽ കറണ്ട് ഉണ്ടെന്ന് കാണിക്കും. അപ്പൊ അതിന് നമ്മൾ ഡിജിറ്റൽ എന്നാണ് പറയുന്നത്. അതിനാണ് ഇപ്പുറത്ത് 0 തൊട്ട് 13 വരെ കുറെ പിന്നുകൾ കൊടുത്തിരിക്കുന്നുണ്ടോ? 0 തൊട്ട് 13 വരെ കാണുന്നുണ്ടോ? സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഓക്കെ. ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക സെൻസറുകളും ഡിജിറ്റൽ സെൻസറാണ്. അതായത് ഇങ്ങനെ ഒരു തടസ്സം വരുന്നതും അതേപോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്യുന്ന LED ആവശ്യമായിട്ടുള്ള LED വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ കേട്ടോ. ഇപ്പൊ ഒരു LED കുറച്ച് സമയം മാത്രം കത്തിയിട്ട് കുറച്ച് സമയത്തേക്ക് അണഞ്ഞു നിൽക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു പിന്നിൽ കൊടുത്തിട്ട്, ഈ 0 തൊട്ട് 13 വരെയുള്ള ഏതെങ്കിലും ഒരു പിന്നിൽ കൊടുത്തിട്ട് നമുക്ക് ഇതിന് നിർദ്ദേശം കൊടുക്കാം. ഈ 13ാമത്തെ പിന്നിൽ കണക്ട് ചെയ്തിരിക്കുന്ന LED 10 സെക്കൻഡുകൾക്ക് ഓണായി നിൽക്കുക, 10 സെക്കൻഡുകൾക്ക് ഓഫായി നിൽക്കുക. അതായത് ഈ ഒരു LED ഇങ്ങനെ മിന്നി കത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് ഈ ഒരു ആർഡിനോ വെച്ചൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ ഏറ്റവും ബേസിക് ആണ്. നമുക്ക് ഒരുപാട് പ്രോജക്റ്റുകൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഈ ഒരു ക്ലാസ്സിന്റെ അവസാനം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്മാർട്ട് വില്ലേജ് എങ്ങനെ രൂപകൽപ്പന ചെയ്യാന്നാണ്. അതായത് ഇപ്പൊ ഒരു ഗ്രാമത്തില് തനിയെ കൃഷി സ്ഥലത്തേക്ക് തനിയെ വെള്ളം തുറന്നു വിടുക, അല്ലെങ്കിൽ തനിയെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഓൺ ആവുക, വീട്ടിലേക്ക് തനിയെ വൈദ്യുതി എത്തുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, അതെല്ലാം നമുക്ക് ഈ ഒരു ആർഡിനോ ബോർഡ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യമാണ് നമ്മളിന്ന് ഇതിനകത്ത് നമ്മളെ ഈ ഒരു ക്ലാസ്സിന്റെ അവസാനം നോക്കാൻ പോകുന്നത്. ഇനി ആർഡിനോ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ഡയഗ്രാം വെച്ച് കാണിച്ചു തരാം. എടാ മൈക്ക് ആരെങ്കിലും ഓൺ ആണെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യും. ഓക്കെ. ചെറിയൊരു ഇരപ്പ് പോലെ മഴയുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ഒരു ചെറിയ ഇരപ്പ് എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ഇച്ചിരി കൂടെ ക്ലിയർ ആയിരിക്കും. അതിനാണ് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേട്ടാ സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴേ ക്ലാസ് എടുത്താം. അപ്പം ഈ ആർഡിനോയുടെ ആ ഒരു കറുത്ത കളർ ബോർഡ് നിങ്ങൾ കണ്ടില്ലേ? ആർഡിനോയിൽ വെച്ചിരുന്ന ഒരു മൈക്രോ കൺട്രോളർ നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഒരു ചെറിയ നീളത്തിലുള്ള. അതിനകത്താണ് നമ്മൾ നിർദ്ദേശങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് നമ്മളെ തലച്ചോറാണെന്ന് വിചാരിച്ചോളുക. നമ്മുടെ വീട്ടില് ലാൻഡ് ഫോൺ ബെല്ലടിക്കുകയാണ്. ലാൻഡ് ഫോൺ ബെല്ലടിക്കുമ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
ഒന്നെങ്കിൽ കോൾ എടുക്കാതിരിക്കും, നിവിൻ പോളി വച്ചോണ്ടിരിക്കുന്ന പോലെ കോൾ എടുക്കാതെ വച്ചോണ്ടിരിക്കും. ചിലപ്പോഴ് കോൾ എടുത്തിട്ട് കട്ട് ചെയ്ത് കളയും. അതായത് കോളിങ്ങിനെ എടുത്ത് കുറച്ചു നേരം നമ്മൾ നോക്കിക്കൊണ്ടിട്ട് അല്ലെങ്കിൽ വേണ്ട മറുപടി പറയണ്ടെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളയും. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരനാണ് വിളിക്കുന്നതെങ്കിൽ കോൾ എടുത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു അർഡിനോയ്ക്ക് ഇത് തനിയെ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കാണെങ്കിൽ ഇത് സ്വയം ചിന്തിച്ച് ചെയ്യാൻ പറ്റും. കോള് വരുമ്പോൾ കോള് വന്നു, കോള് എടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ കോൾ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് കട്ട് ചെയ്യണോ, ഇല്ലെങ്കിൽ കോൾ എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കണോ, ഇത് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ അർഡിനോയ്ക്ക് ഇതൊരിക്കലും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആണോ? ഒരു സെക്കൻഡ്, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കണക്ഷൻ വല്ല പ്രശ്നമുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ആടെ ആക്കിലെ കട്ടായി പോവുകയാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണേ. ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ. ഫോണിൽ വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അർഡിനോയ്ക്ക് പക്ഷെ നമ്മൾ ഈ നിർദ്ദേശം നേരത്തെ പറഞ്ഞു കൊടുക്കണം. ഒരു കോള് വരുമ്പം ആരുടെ കോളാണെന്ന് നോക്കിയിട്ട് അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ നമ്മുടെ പരസ്യ കമ്പനിയാണ് വിളിക്കുന്നതെങ്കിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് നമ്മൾ ആ ഫോൺ വിളിക്കുന്നതെങ്കിൽ നമ്മൾ ആ കോള് എടുക്കത്തില്ല, സ്വാഭാവികമായിട്ട് എടുക്കത്തില്ല. ചില ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മൾ കോൾ എടുത്തിട്ട് ഹലോ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്യും. ചില ആൾക്കാരാണെങ്കിൽ എടുത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. ഇത് ആരൊക്കെയാണ് ആൾക്കാർ, എപ്പോഴൊക്കെയാണ് കോൾ എടുക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് കട്ട് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് എടുത്തിട്ട് വച്ചുകൊണ്ടിരിക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ അർഡിനോയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ പക്ഷെ ഇതെല്ലാം പറഞ്ഞു കൊടുത്താൽ മാത്രമേ അർഡിനോയ്ക്ക് അത് നേരെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് അർഡിനോയുടെ പ്രവർത്തനം. അർഡിനോ അപ്പൊ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായോ? അതായത് അർഡിനോയ്ക്ക് സ്വയം ചിന്തിച്ച് ചെയ്യാനുള്ള കഴിവില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് അർഡിനോ ചെയ്തോളൂ. മനസ്സിലായോ? മനസ്സിലായിരുന്നു? മനസ്സിലായി. ഓക്കെ. ഇനി നമുക്ക് എന്താണ് ഒരു മൈക്രോ കൺട്രോളർ നോക്കാം. നിങ്ങൾ ആർഡിനോ ബോർഡിനകത്ത് കണ്ട ഒരു കറുത്ത ചിപ്പ് തന്നെയാണ് ഈ ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ആർഡിനോയ്ക്കകത്ത് ഉപയോഗിക്കുന്ന മൈക്രോ കൺട്രോളറിന്റെ പേര് ഒരു സെക്കൻഡ്, അറ്റ്മെഗ ആണെന്ന് തോന്നുന്നു. അതെ, അറ്റ്മെഗ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് കേട്ടോ. അറ്റ്മെഗ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന, അറ്റ്മെഗ കമ്പനി ഉണ്ടാക്കി ഇറക്കുന്ന 32P എന്നുള്ള ബോർഡാണ് നമ്മൾ അർഡിനോയ്ക്കകത്ത് ഇരിക്കുന്നത്. അത് നിങ്ങൾ പഠിക്കേണ്ട, ഇത് ജസ്റ്റ് പഠിക്കേണ്ട കാര്യം അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യമല്ല. അർഡിനോയ്ക്കകത്ത് നമുക്ക് ഇഷ്ടമുള്ള മൈക്രോ കൺട്രോളർ ഉപയോഗിക്കാൻ പറ്റും. അർഡിനോ ഇപ്പം ഒരാൾക്ക് മാത്രമേ ഉണ്ടാക്കി ഇറക്കാവൂ എന്ന നിയമമൊന്നുമില്ല. അർഡിനോ ആർക്ക് വേണോ, കഴിവുള്ള ആർക്ക് വേണോ ഈ അർഡിനോ ബോർഡുകൾ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കോളേജിൽ തന്നെ ഒട്ട് ഈ അർഡിനോ ബോർഡുകൾ ഇതേപോലെ കാണുന്ന, ഈ രീതിക്ക് കാണുന്ന ബോർഡുകൾ ചെയ്ത് വിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇതേപോലെയുള്ള ചെയ്ത് ഇത്രയും വൃത്തിയൊന്നും കാണത്തില്ല, നീല കളറോ കാര്യമൊന്നും കാണത്തില്ല, ഇങ്ങനെ അർഡിനോ എന്നൊന്നും എഴുതിയിട്ടുണ്ടാവത്തില്ല. ഈ അർഡിനോ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ആ കമ്പനി തന്നെ പുറത്തിറക്കുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്. ഈ ഒരു ബോർഡ് ആർക്ക് വേണോ ചെയ്ത് ഇറക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബോർഡാണ്. അപ്പൊ ആ ബോർഡ് പ്രവർത്തിക്കുന്നത് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന ഉപകരണമാണ്. അല്ലെങ്കിൽ അർഡിനോയുടെ തലച്ചോറ് എന്ന് പറയുന്നത് ഒരു മൈക്രോ കൺട്രോളറാണ്. ഈ മൈക്രോ കൺട്രോളറിന് സ്വയം ചിന്തിക്കാനുള്ള കഴിവില്ല. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അർഡിനോ പ്രോഗ്രാം ചെയ്യുന്ന പ്രോഗ്രാമർ, അല്ലെങ്കിൽ അർഡിനോയ്ക്ക് നിർദ്ദേശം കൊടുക്കുന്ന ആൾ, അയാളെയാണ് നമ്മൾ പ്രോഗ്രാമർ എന്ന് വിളിക്കുന്നത്. ആ ഒരു പ്രോഗ്രാമർ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് മാത്രമേ അർഡിനോയ്ക്ക് ഈ മൈക്രോ കൺട്രോളറിന് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ ശാർക്കര റെയിൽവേ ഗേറ്റില്ലേ. ശാർക്കര റെയിൽവേ ഗേറ്റിന്റെ അവിടെ വന്നിട്ട് ഗേറ്റ് തുറന്നു കിടക്കുവാണ്, അല്ലെങ്കിൽ ഗേറ്റ് അടച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചോളുക. അടച്ചിരിക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ട്രെയിൻ അതിലേക്കൂടെ പാസ് ചെയ്യാനുണ്ടെന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ മൈക്രോ കൺട്രോളറിന്റെ അടുത്ത് പറയുകയാണ് അവിടെ പോയി ക്രോസ് ചെയ്യും. ഇപ്പൊ ഗേറ്റ് അടച്ചിരുന്നാൽ പോലും അതിലേക്കൂടെ അപ്പുറത്ത് പോകാൻ പറയുകയാണെങ്കിൽ, റോഡിന്റെ ഗേറ്റ് ക്രോസ് ചെയ്ത് മറ്റേ മറ സൈഡിൽ പോകാൻ പറയുകയാണെങ്കിൽ മൈക്രോ കൺട്രോളർ ഒരിക്കലും ട്രെയിൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കത്തില്ല. നമ്മൾ എന്താണ് മൈക്രോ കൺട്രോളറിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത്? അടച്ചിരിക്കുന്ന ഗേറ്റ് ക്രോസ് ചെയ്ത് പോവുക, അത് നേരെ ക്രോസ് ചെയ്ത് പോവാം. ആ ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ ട്രെയിൻ തട്ടി മൈക്രോ കൺട്രോളർ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ മൈക്രോ കൺട്രോളർ അപ്പുറത്ത്. പക്ഷെ അടുത്ത ഒന്നാണ് മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്. ഈ ഒരു മൈക്രോ പ്രോസസർ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? നമ്മുടെ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും ഒക്കെ ഉള്ളതാണ്. ഇന്റലിന്റെ കോർ i3 i5. കണ്ടിട്ടുണ്ടോ? ഇത് ഒരു ചിപ്പ് പോലെ ഇരിക്കും, കുറെ സ്വർണ്ണ നിറത്തിലുള്ള ചിപ്പ് ഇരിക്കും ഇതിനകത്ത്. കണ്ടിട്ടുണ്ടോ? ഓക്കെ. മൈക്രോ പ്രോസസർ പക്ഷെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസറിന് സ്വന്തമായിട്ട്
ചിന്തിച്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് നമ്മൾ മൈക്രോ പ്രോസസറിന്റെ അടുത്ത് പറയണം റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകുമെന്ന് പറഞ്ഞാൽ പോലും മൈക്രോ പ്രോസസർ കുറച്ചുകൂടെ ഒന്ന് ചിന്തിക്കും. ട്രെയിൻ വരുന്നുണ്ടോ, ഇപ്പം പോവാൻ സാധ്യമാണോ, ഗേറ്റ് അടച്ചിരിക്കുമല്ലേ, എനിക്ക് പോവാമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ച് കുറച്ചുകൂടെ ചെയ്യാനുള്ള കഴിവുള്ള ഒരു കാര്യത്തെയാണ് മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കാം എന്തുകൊണ്ട് അർഡിനോയ്ക്കകത്ത് മൈക്രോ കൺട്രോളറിന് പകരം മൈക്രോ പ്രോസസർ ഉപയോഗിച്ചില്ല. പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസറിന് വില കൂടുതലാണ്. അതായത് ഏകദേശം ഒരു 6000-7000 രൂപയെങ്കിലും ആവും നല്ലൊരു മൈക്രോ പ്രോസസറിന്. പക്ഷെ അർഡിനോയ്ക്ക് എന്ന് പറഞ്ഞാൽ 500 രൂപയേ ഉള്ളൂ. അപ്പൊ 500 രൂപയും 7000 രൂപയും തമ്മിൽ നോക്കുവാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള കുഞ്ഞു കുഞ്ഞു റോബോട്ടുകളും കാര്യങ്ങളും നമുക്ക് അർഡിനോയ്ക്കകത്ത് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അർഡിനോ എന്നൊരു ആശയത്തിൽ നിന്ന് തിരിഞ്ഞു വന്നതാണ് മൈക്രോ പ്രോസസർ കൊണ്ട് എന്തുകൊണ്ട് അർഡിനോ പോലൊരു ബോർഡ് ചെയ്തുകൂടാ എന്നൊരു ചിന്ത വന്നപ്പോഴാണ് റാസ്ബെറി പൈ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? റാസ്ബെറി പൈ കേട്ടിട്ടുണ്ട്. ആ റാസ്ബെറി പൈയുടെ ഫോട്ടോ ഞാനിപ്പോ കാണിച്ചു തരാം. ഈ കാണുന്ന ഒരു ബോർഡ് കണ്ടോ? ഈ ഒരു പച്ച കളർ ബോർഡ്. ഈ പച്ച കളർ ബോർഡിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച മൈക്രോ കൺട്രോളറിന് പകരം ഒരു സമചതുരത്തിലുള്ള ചെറിയൊരു ബ്ലോക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് മൈക്രോ പ്രോസസർ. അതായത് നമുക്ക് ഈ ഒരു റാസ്ബെറി പൈയിന് നമ്മൾ ആ കമ്പ്യൂട്ടറിന്റെ CPU ഇല്ലേ, നമ്മൾ കമ്പ്യൂട്ടർ ലാബില് CPU കണ്ടിട്ടില്ലേ, CPU പകരം വേണമെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ബോർഡിന് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് പക്ഷേ ഏകദേശം 4000-5000 രൂപ വില വരും. പക്ഷെ അത്രത്തോളം കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു കമ്പ്യൂട്ടറായിട്ട് ഒരു മോണിറ്ററും ഒരു മൗസും ഒരു കീബോർഡും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചെറിയ ബോർഡിനെ ഒരു കമ്പ്യൂട്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് കാണാനുള്ള ഒരു സ്ക്രീന്, കൺട്രോൾ ചെയ്യാൻ ഒരു മൗസ്, ടൈപ്പ് ചെയ്യാൻ ഒരു കീബോർഡ്, ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഈ റാസ്ബെറി പൈ ഒരു 6000 രൂപയ്ക്കുള്ള ഒരു റാസ്ബെറി പൈ വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു ലാപ്ടോപ്പ് പോലൊരു കാര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ പ്രോസസ്സറാണ്. മൈക്രോ പ്രോസസറിന് കുറച്ചുകൂടി ചിന്തിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. പക്ഷെ അർഡിനോ എന്ന് പറഞ്ഞാൽ വില കുറവാണ്, ഏകദേശം ഒരു 500 രൂപ മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിനകത്തൊരു മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചത്. ഈ ഒരു റോബോട്ടിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് ഫോട്ടോയിലോ ടിവിയിലോ ഒക്കെ ആയിരിക്കും. ഏതാണ് ഈ റോബോട്ട്? ഈ റോബോട്ടിന്റെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സോഫിയ. അതെ, മനുഷ്യനോട് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ള ഒരു റോബോട്ട്, ഏറ്റവും അടുത്ത് നിൽക്കുന്ന റോബോട്ടാണ് സോഫിയ എന്ന് പറയുന്ന ഈ ഒരു റോബോട്ട്. ഈ ഒരു റോബോട്ടിനെയാണ് മൈക്രോ പ്രോസസറിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് പറയുന്നത്. അതായത് ഇതിനകത്ത് ഒരു മൈക്രോ പ്രോസസറല്ല, ഇഷ്ടംപോലെ മൈക്രോ പ്രോസസറുകളുണ്ട്. അതുപോലെ തന്നെ ഇതിന് വിലയും കൂടുതലാണ്. അപ്പൊ ആ ഒരു മൈക്രോ പ്രോസസറുകൾ വെച്ച് മനുഷ്യരെ പോലെ സാദൃശ്യമുള്ള ഒരു കാര്യത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഇതൊരു ഓവൻ അല്ലേ, മൈക്രോവേവ് ഓവൻ എന്ന് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടൊക്കെ ഉണ്ടോ? ഓവൻ ഈ ചൂടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. മൈക്രോവേവ് ഓവനിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു 5 മിനിറ്റത്തേക്ക് ചൂടാക്കാൻ പറഞ്ഞു കൊടുത്താൽ ഇതൊരു 5 മിനിറ്റത്തേക്കല്ലേ ചൂടാക്കത്തുള്ളൂ. നമ്മൾ എത്ര ചൂടാണോ പറഞ്ഞു കൊടുക്കുന്നത് അത്ര ചൂട് മാത്രമേ ഒരു മൈക്രോവേവ് ഓവന് ഉപയോഗിക്കാൻ അറിയത്തുള്ളൂ. അപ്പൊ അതാണ് മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസറും. അതിന് UC എന്നും UP എന്നുമാണ് എഴുതുന്നത്. നമ്മള് U എന്ന് പറഞ്ഞാൽ മൈക്രോ, C എന്ന് പറഞ്ഞാൽ കൺട്രോളർ, അതേപോലെ U എന്ന് പറഞ്ഞാൽ മൈക്രോ, P എന്ന് പറഞ്ഞാൽ പ്രോസസർ. അപ്പൊ ഈ ഒരു മൈക്രോവേവ് ഓവൻ അല്ലെങ്കിൽ സാധാ ഒരു ഓവന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഹീറ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ടെമ്പറേച്ചർ സമയത്തേക്ക് മാത്രമേ അതിന് ചെയ്യാനുള്ള കഴിവുള്ളൂ. പക്ഷെ സോഫിയ എന്ന് പറഞ്ഞ റോബോട്ട്, മൈക്രോ പ്രോസസർ കൊണ്ട് ഉണ്ടാക്കിയ സോഫിയ എന്ന് പറയുന്ന റോബോട്ടിന് എത്ര നേരം വേണോ അത് സ്വന്തം കഴിവിൽ ചിന്തിച്ചടിച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ റെയിൽവേ ഗേറ്റ് അടച്ചിരിക്കുകയാണെങ്കിൽ ഇത് സ്വയം ക്രോസ് ചെയ്യത്തില്ല, ഗേറ്റ് തുറന്ന് കുഴപ്പമൊന്നുമില്ലെന്ന് നോക്കിയിട്ട് മാത്രമേ ക്രോസ് ചെയ്യുള്ളൂ. പക്ഷെ ഒരു മൈക്രോവേവ് ഓവൻ ഒരു വണ്ടിയായിരുന്നു അല്ലെങ്കിൽ ഒരു റോബോട്ടിനെ നമ്മൾ മൈക്രോ കൺട്രോളർ വെച്ചാണ് ഉണ്ടാക്കിയെങ്കിൽ അത് ഗേറ്റ് അടച്ചിരിക്കുന്ന കാര്യമൊന്നും ചിന്തിക്കത്തൂടില്ല. അത് നേരെ അങ്ങ് പോകും, ചിലപ്പോൾ ട്രെയിൻ വന്ന് തട്ടാം, അത് നശിച്ചു പോവാം, ഭാഗ്യം ഉണ്ടെങ്കിൽ ട്രെയിൻ വരാതെ അങ്ങ് അപ്പുറത്തെത്താം. അപ്പം ഇനി എന്താണ് അർഡിനോ എന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമോ? ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് അർഡിനോ നമുക്ക് ചെറിയൊരു റോബോട്ടിനെ തന്നെ ഈ ഒരു അർഡിനോ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈപ്പ് അർഡിനോകളുണ്ട്. ഞാനിപ്പോ കാണിച്ച അർഡിനോയുടെ പേര് അർഡിനോ യൂനോ എന്നാണ്.
കണ്ടായിരുന്നോ ഈ ആദ്യം കാണുന്ന പടം? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. കണ്ട്. എടാ സംശയമുണ്ട്, ആർക്കെങ്കിലും സംശയമുണ്ടോ എന്തിനെങ്കിലും? ഹലോ, ഇല്ല ഏട്ടാ. ഓക്കെ. അതേപോലെ തന്നെ ഒരുപാട് ടൈപ്പ് ആർഡിനോ ബോർഡുകളുണ്ട്. ലിയനാർഡോ ഉണ്ട്, മെഗാ ഉണ്ട്, ബിറ്റി ഉണ്ട്, മിനി പ്രോ ഉണ്ട്, മിനി ഉണ്ട്, ലിലി പാഡ് ഉണ്ട്. ഇതൊന്നും നമ്മൾ നോക്കണ്ട, ഒരുപാട് ടൈപ്പ് ബോർഡ് ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആർഡിനോ യൂനോ എന്ന് പറഞ്ഞ് നേരത്തെ കാണിച്ചിരുന്ന കോഡാണ്. അപ്പൊ ഇനി ഈ ഒരു ആർഡിനോയില് നിങ്ങൾ കുറച്ച് കാര്യവും കൂടെ പരിചയപ്പെടുത്തി തരേണ്ടതുണ്ട്. അപ്പോൾ സ്ക്രീനിലേക്ക് നോക്കിക്കോളണേ. ഈ ബോർഡ് കാണുന്നില്ലേ? ഈ ബോർഡില് ഈ ഒരു ദ്വാരം കാണുന്നുണ്ടോ? ഈ ഒരു സിൽവർ കളറും അകത്തൊരു വെള്ള കളറും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു ഭാഗം കാണുന്നുണ്ട്. കാണുന്നില്ലേ? ഓക്കെ. ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മളെ ഈ ഒരു ആർഡിനോ കണക്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇതിനകത്ത് പ്രോഗ്രാം ഒക്കെ എഴുതണമെങ്കിൽ ജസ്റ്റ് ചുമ്മാ പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് ഇട്ട് കൊടുത്താൽ പറ്റത്തില്ല. ഈ ഒരു മൈക്രോ കൺട്രോളർ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് മാത്രമേ നമുക്ക് ഇതിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് കേബിൾ ഉണ്ട്. ഈ ഒരു USB കേബിൾ കണ്ടോ? ഇത് ആർഡിനോയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു USB കേബിളാണ്. നമ്മുടെ ഫോണിന്റെ അത് C ടൈപ്പ് കണ്ടിട്ടുണ്ട്, സാധാ കണ്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇതേപോലത്തെ ബോർഡൊക്കെ കണ്ടിട്ടില്ലേ? ഇതേപോലുള്ള USB കേബിളുകളല്ലേ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് നമ്മളെ മൊബൈൽ ചാർജറിലോ അല്ലെങ്കിൽ പെൻ ഡ്രൈവിന്റെ അറ്റത്തൊക്കെ. പക്ഷെ ആർഡിനോയ്ക്ക് വേണ്ടിയിട്ട് ഇതേപോലൊരു ബോർഡാണ്, ഒരു USB ആണ് ഉപയോഗിക്കുന്നത്. ഇതിനെ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യും. നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ മറ്റേ സൈഡ് നമ്മളെ കമ്പ്യൂട്ടറിൽ പെൻഡ്രൈവ് കുത്തുന്ന ഭാഗമില്ലേ, ആ ഭാഗത്തേക്ക് കണക്ട് ചെയ്ത് വെക്കുമ്പോൾ ഈ ഒരു ആർഡിനോയില് ലൈറ്റ് കത്തുന്നുണ്ടോ? ഇവിടെ ലൈറ്റ് കത്തി, ഇവിടെ ഇത് കത്തുന്നുണ്ടോ? ഓക്കെ. എന്നിട്ട് നമുക്ക് ഇതിലൊരു റീസെറ്റ് സ്വിച്ച് ഉണ്ട്. ഈ ഒരു അറ്റത്തൊരു സ്വിച്ച് കാണുന്നുണ്ടോ? ഇന്ന് നമുക്ക് പെട്ടെന്ന് നിർത്താം കേട്ടോ. നമ്മൾ മഴയൊക്കെ തുടങ്ങി, നമുക്ക് 8 മണി 7:30 വരെ പോകണ്ട. നമുക്കൊരു 10 മിനിറ്റും കൂടെ നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം. നിങ്ങൾ ഈ ഒരു സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യത്തില്ലേ? നമ്മുടെ ഫോണിൽ ഇറുക്കി ഞെക്കിയിട്ട് ഫോൺ റീസ്റ്റാർട്ട് ചെയ്യത്തില്ലേ? അതായത് നമ്മുടെ ഫോൺ പ്രവർത്തിക്കാതെ വന്നാലോ, ഫോൺ സ്റ്റക്ക് ആയാലോ നമ്മൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യും. അതേപോലെ ആർഡിനോ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ്. ശ്രദ്ധിച്ചു നോക്കണം. ഞാൻ ചോദിച്ചു, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഹലോ, ഡൗട്ട് ഉണ്ടോ? നോക്കട്ടെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നമ്മുടെ ഈ ഒരു റീസ്റ്റാർട്ട് സ്വിച്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആർഡിനോന് മിന്നി കത്തും. ശ്രദ്ധിച്ചോളേ. കണ്ടോ? ആ ഒരു ബൾബ് ഒന്ന് മിന്നി കത്തിയത് കണ്ടോ? മിന്നി കത്തിയിട്ട് നിന്ന് തിളങ്ങുന്നുണ്ടോ അത്? ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ ആർഡിനോ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തൊരു ക്ലോക്ക് ഉണ്ട്. ക്ലോക്ക് ആണ് ഒരു സിൽവർ കളർ ഒരു സാധനം കാണുന്നുണ്ടോ? ഇവിടെ ഈ മുകളിലുള്ള ഭാഗത്ത് സിൽവർ കളർ ഇരിക്കുന്ന കാണുന്നുണ്ടോ? ഇതിനെയാണ് ആർഡിനോയുടെ ക്ലോക്ക് എന്ന് പറയുന്നത്. ഈ ക്ലോക്കിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ സമയം നോക്കിയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളടുത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇന്ന് 6 മണിക്കാണ് ക്ലാസ് എന്ന് പറഞ്ഞു. അപ്പൊ 6 മണി എന്നുള്ള സമയം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ക്ലാസ്സിന് വരാൻ പറ്റിയതും നമുക്കെല്ലാം ചെയ്യാൻ പറ്റിയതും. അതേപോലെ തന്നെ ആർഡിനോയ്ക്കും സമയം നോക്കി മാത്രമേ എന്ത് കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോ കോഡ് എഴുതി കൊടുത്താലും സമയം നോക്കി മാത്രമാണ് ആർഡിനോ ചെയ്യുന്നത്. അപ്പോൾ ആർഡിനോയ്ക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ക്ലോക്ക് ആണ് നിങ്ങൾ അവിടെ കാണുന്ന ഒരു സിൽവർ കളർ. ഇത്രയാണ് മെയിൻ ആയിട്ട് ഈ ബോർഡിനകത്ത് വരുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്ന 0 തൊട്ട് 13 വരെയുള്ള പിന്നുകളിലായിരിക്കും നമുക്ക് ചെറിയ മിന്നലുണ്ടല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. നാളെ നമുക്ക് കുറച്ചുകൂടെ നേരത്തെ തുടങ്ങാം. ഇത്രയാണ് ആർഡിനോ എന്നുള്ളത്. അടുത്ത ക്ലാസ് എന്താണെന്ന് ടീച്ചർ ഗ്രൂപ്പിൽ ആണല്ലേ? ഓടാ, നമുക്ക് നിർത്താം. അപ്പൊ നിങ്ങൾക്ക് ആർഡിനോ എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ ചെറിയൊരു ബോർഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ചെറിയ റോബോട്ടിനെ വരെ ഈ ഒരു ചെറിയ ബോർഡ് കൊണ്ട് ഉണ്ടാക്കാം. ഇതാണ് മെയിൻ ആയിട്ട് ആർഡിനോ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ.
അവിടെ അങ്ങനെയാണെങ്കിൽ ഇടിയും മഴ ഇവിടെയും ഇടിയും മഴയൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അടുത്ത ക്ലാസ് എന്താണെന്ന് ടീച്ചറിൻ്റെ അടുത്ത് പറയാം കേട്ടോ. എന്തായാലും ഞാൻ ഈ വീഡിയോ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പൊ സംശയമുള്ളവർക്കുണ്ടെങ്കിൽ വീഡിയോ നോക്കി പിന്നെ എപ്പോഴെങ്കിലും കാണാം. നമുക്ക് അടുത്ത ക്ലാസ്സിന് മുന്നേ ഈ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലെഫ്റ്റ് ആയിക്കോ, കുഴപ്പമില്ല. മീറ്റിംഗ് ക്ലോസ്, ഒരു കോള് കട്ട് ചെയ്യുന്ന ബട്ടൺ ഞെക്കിയിട്ട് മീറ്റിംഗിൽ നിന്ന് പൊക്കോളൂ.